ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫ്രീഡ്മാൻ ഫെൽപ്സ് എക്സ്പെക്ടേഷൻ തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രീഡ്മാൻ ഫെൽപ്സ് എക്സ്പെക്ടേഷൻ തിയറി. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഫ്രീഡ്മാൻ ഫെൽപ്സ് എക്സ്പെക്ടേഷൻ തിയറി ഈസ് ആൻ എക്കണോമിക് തിയറി ഡെവലപ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ ആൻഡ് എഡ്മണ്ട് ഫിലിപ്സ് ഇൻ ദ 1960s. 1960കളിൽ ഇവർ രണ്ടുപേരും, മിൽട്ടൺ ഫ്രീഡ്മാനും എഡ്മണ്ട് ഫിലിപ്സും കൂടെ അവർ സ്വതന്ത്രമായിട്ട് രൂപപ്പെടുത്തിയ ഒരു തിയറിയാണ് കേട്ടോ. വിച്ച് ചലഞ്ച് ദ പ്രിവെയിലിംഗ് കെയ്നീഷ്യൻ വ്യൂ. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു കെയ്നീഷ്യൻ വ്യൂ ഉണ്ട് ഇതിനെപ്പറ്റി, ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവർ രണ്ടിനെയും പറ്റിയൊരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അതാണ് ഫിലിപ്സ് കർവ് എന്ന് അറിയപ്പെടുന്നത്. ഫിലിപ്സ് കർവ് കാണാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത വീഡിയോ കാണാം കേട്ടോ. അപ്പം ഈ നോൺ ആസ് ദ ഫിലിപ്സ് കർവ്, അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വ്യൂവിനെ ചലഞ്ച് ചെയ്തിട്ടുമാണ് ഇവർ ഈ വ്യൂ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ദെയർ വർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. ഇങ്ങനൊരു ഫിലിപ്സ് കർവാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹൈലൈറ്റഡ് ദ റോൾ ഓഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്. അതായത് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസിൻ്റെ റോൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് ഇൻ ഡിറ്റർമിനിങ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവർ രണ്ടിൻ്റെയും തമ്മിലുള്ള എക്സ്ചേഞ്ച്, ആ ട്രേഡ് ഓഫ് തീരുമാനിക്കുന്നതിൽ പിന്നെ ഇതിൻ്റെ പങ്ക്, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ്റെ പങ്ക് ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ, അതായത് ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പോകണു എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു പങ്ക് ഇവർ ഇതിൽ പറയുന്നുണ്ട്. അത് ഡയഗ്രാം കാണിക്കുമ്പം അത് എന്താണെന്ന് ഈ എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റ് ഫിലിപ്സ് കർവ് കാണിക്കാം. ഇനി നമുക്കിതിലെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. കീ കോൺസെപ്റ്റ്സ് ഓഫ് ദ ഫ്രീഡ്മാൻ ഫെൽപ്സ് എക്സ്പെക്ടേഷൻ തിയറി. അതിൽ ഒന്നാമത്തെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. ഇതിൽ എന്താണെന്ന് നമുക്ക് അറിയാം, മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. അത് ഫ്രീഡ്മാൻ ആൻഡ് ഫെൽപ്സ് ആർഗ്യൂഡ് ദാറ്റ് ദർ ഇസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവർ ആർഗ്യൂ ചെയ്യുന്നത് ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും എക്കണോമിയിൽ. എന്താണത്? വിച്ച് ഈസ് ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അറ്റ് ദ എക്കോണമി ടെൻസ് ടു റിട്ടേൺ ടു ഇൻ ദ ലോങ് റൺ. അതായത് ഒരു ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, ആ അൺഎംപ്ലോയ്മെൻറ്റ് ലെവലിലേക്ക് ലോങ് റണ്ണിൽ എക്കണോമി തിരികെ എത്തും. അതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് മറ്റ് പോളിസികൾക്കൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ദിസ് നാച്ചുറൽ റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ്, അത് തീരുമാനിക്കുന്ന ഘടകങ്ങൾ, ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ലേബർ മാർക്കറ്റ് പോളിസീസ്. അതെല്ലാം സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അതായത് ഘടനാപരമായിട്ടുള്ള, അത് പോളിസികൾ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെന്നല്ല, അത് മനസ്സിലാക്കുക. ഫ്രിക്ഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോട്ട് ബൈ മോണിറ്ററി പോളിസി. ഓക്കെ, ഇതാണ് എൻ്റെ ഇതൊക്കെയാണ് അത് തീരുമാനിക്കുന്ന ഘടകങ്ങൾ, മോണിറ്ററി പോളിസി അല്ല. ഓക്കെ, ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഇൻഫ്ലേഷൻ റേറ്റിനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, മറ്റേത് അപ്പം ഫിലിപ്സ് കർവ് അവിടെ പൊളിയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരാൻ നേരത്ത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻഫ്ലേഷൻ ഡസ് നോട്ട് ആക്സിലറേറ്റ് ഓർ ഡീസലറേറ്റ്. അപ്പം ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടുകയോ കുറയുകയോ ചെയ്യത്തില്ല. ഓക്കെ, അതാണ് ഇതിലെ ഒന്നാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ആണ്. അത് പ്രതീക്ഷ, ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ എക്കണോമിക് ഏജൻസി അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. നോക്കാം എന്താണെന്ന്. ദ തിയറി അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ഫോം ദെയർ എക്സ്പെക്ടേഷൻസ് എബൌട്ട് ഫ്യൂച്ചർ ഇൻഫ്ലേഷൻ. ഭാവിയിൽ ഉണ്ടാകാൻ പോണ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ഇവരുടെ പ്രതീക്ഷ ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ്സ്. അപ്പോൾ പഴയ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് ഇവർ തട്ടിച്ചു പോകും. ദിസ് ഈസ് നോൺ ആസ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. ഇതിനെയാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഇഫ് പീപ്പിൾ എക്സ്പെക്ട് ഹയർ ഇൻഫ്ലേഷൻ ഇൻ ദ ഫ്യൂച്ചർ, അതായത് വളരെ വലിയ രീതിയിൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ പോകുന്നു എന്നവർ പ്രതീക്ഷിച്ചാൽ അവരെന്ത് ചെയ്യും? ദേ വിൽ അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ അക്കോർഡിംഗ്ലി. അവരുടെ ബിഹേവിയർ, അതായത് കൺസംഷൻ സ്പെൻഡിങ്ങും ഒക്കെ മാറ്റും. അതായത് ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ, വർക്കേഴ്സ് വിൽ ഡിമാൻഡ് ഹയർ വേജ്. വർക്കേഴ്സ് വേജ് കൂടുതൽ ആവശ്യപ്പെടും, കൂടുതൽ ശമ്പളം തരണമെന്ന് പറയും. ആൻഡ് ഫേംസ് വിൽ റൈസ് പ്രൈസസ്. ഫേംസ് വില കൂട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു ബിഹേവിയർ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറയും. അതായത് നമ്മുടെ ദ ട്രഡീഷണൽ ഫിലിപ്സ് കർവ് സജസ്റ്റഡ് എ സ്റ്റേബിൾ ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. സ്റ്റേബിൾ ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഫിലിപ്സ് കർവ് പറയുന്നത്. ഹൗവർ ഫ്രീഡ്മാൻ ആൻഡ് ഫെൽപ്സ് ആർഗ്യൂഡ് ദാറ്റ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ ദ ലോങ് റൺ. അത് ലോങ് റണ്ണിൽ പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് ഷോസ് ദാറ്റ് ദ ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഈ ഷോർട്ട് റണ്ണിലെ ട്രേഡ് ഓഫ് ആണ്, ആ ഒരു എക്സ്ചേഞ്ച് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഈ എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് കാണിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ. അത് ഏതിനെ ആശ്രയിച്ചിരിക്കുകയാണ്? ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസിനെയാണ് ആ ഫിലിപ്സ് കർവ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ആർ കറക്റ്റ്ലി ആൻറ്റിസിപ്പേറ്റഡ്, നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ, എക്കണോമിക് ഏജൻസ് കറക്റ്റായിട്ട് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ ദ ട്രേഡ് ഓഫ് ഡിസപ്പിയേഴ്സ്. ആ ഒരു എക്സ്ചേഞ്ച്
ഡിസപ്പിയർ ആവുകയല്ലേ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ആൻഡ് ദ എക്കണോമി റിട്ടേൺസ് ടു ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് തിരിച്ച് ആ ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് എക്കണോമി എത്തുകയാണ് അവിടെ ഉണ്ടാകുന്നത്. അടുത്ത കീ പോയിന്റ് എന്നുള്ളത് ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് ആണ്. അതായത് ഇൻ ദ ലോങ് റൺ ദ ഫിലിപ്സ് കർവ് ബിക്കംസ് വെർട്ടിക്കൽ അറ്റ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിലിപ്സ് കർവ് ഉണ്ടാവുകയാണ്. അത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് നോ ലോങ് ടേം ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ലോങ് ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രേഡ് ഓഫ് അവിടെ ഉണ്ടാകുന്നില്ല അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിൽ. ഓക്കെ, അപ്പം അറ്റംപ്റ്റ്സ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ഇറ്റ്സ് നാച്ചുറൽ റേറ്റ് ത്രൂ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഓർ ഫിസിക്കൽ പോളിസി, ഇങ്ങനെയുള്ള പോളിസിയെ കൊണ്ട് അത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ വിൽ ലീഡ് ഓൺലി ടു ഹയർ ഇൻഫ്ലേഷൻ. ഒരു ഇൻഫ്ലേഷൻ കൂടുക എന്നല്ലാതെ അൺഎംപ്ലോയ്മെൻറ്റ് ഒട്ടും അവിടെ കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇൻഫ്ലേഷൻ വിത്തൗട്ട് റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി നമുക്ക് ഡയഗ്രം നോക്കാം. ഇതിൽ വൈ ആക്സിൽ ഇൻഫ്ലേഷനും എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ PC1 PC2 എന്നുള്ളത് ഫിലിപ്സ് കർവ് 1ഉം ഫിലിപ്സ് കർവ് 2 ആണ്. അത് ഷോർട്ട് റണ്ണിലാണുള്ളത്. അതിൽ ഫിലിപ്സ് കർവ് 1ൽ നിന്ന് ഫിലിപ്സ് കർവ് 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. U1ൽ നിന്ന് UN എന്നുള്ള നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് അവിടെ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അതിൽ വൈ ആക്സിന് പാരലായിട്ട് നിൽക്കുന്ന LRPC ആണ് നേരത്തെ പറഞ്ഞ ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ്. ഓക്കെ, അപ്പോൾ ഈ ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് ഉള്ളത് കൊണ്ട് ഫിസ്ക്കൽ മോണിറ്ററി പോളിസി എത്ര നടപ്പിലായി കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടാകുന്നു എന്നല്ലാതെ ഒട്ടും ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഘടകം അവിടെ ഉള്ളത് കൊണ്ട് ഒട്ടും അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ കുറയ്ക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഇനി ഇത് പോളിസി മേക്കേഴ്സിനെ എങ്ങനെ സഹായിക്കും നോക്കാം. ഇംപ്ലിക്കേഷൻസ് ഫോർ പോളിസി. അതായത് ദ ഫ്രീഡ്മാൻ ഫെൽപ്സ് മോഡൽ സജസ്റ്റ് ദാറ്റ് പോളിസി മേക്കേഴ്സ് കനോട്ട് പെർമനൻ്റ്ലി റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ദ നാച്ചുറൽ റേറ്റ്. നാച്ചുറൽ റേറ്റിന് താഴെ ഒരിക്കലും പോളിസി മേക്കേഴ്സിന് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. ബൈ ഇൻക്രീസിങ് ഇൻഫ്ലേഷൻ കൂട്ടിക്കൊണ്ട് ഒരിക്കലും അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം എനി അറ്റംപ്റ്റ് ടു ഡു സോ വിൽ ഓൺലി റിസൾട്ട് ഇൻ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ. അതായത് എന്തെങ്കിലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ആവുന്നല്ലാതെ വേറൊരു കാര്യം അവിടെ നടക്കുന്നില്ല. ആസ് എക്സ്പെക്ടേഷൻ അഡ്ജസ്റ്റ്. എന്തുകൊണ്ടാണ് അത്? അതിൻ്റെ കീ വേർഡാണ് എക്സ്പെക്ടേഷൻസ് അഡ്ജസ്റ്റ്. ആൾക്കാരുടെ നേരത്തെ പറഞ്ഞ പോലുള്ള അവർ എക്സ്പെക്ടേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം ദിസ് ലീഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് മോണിറ്ററി പോളിസി ഷുഡ് ഫോക്കസ് ഓൺ കൺട്രോളിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ മോണിറ്ററി പോളിസി ശ്രമിക്കാവൂ, റാദർ ദാൻ ടാർഗറ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റിൽ ടാർഗറ്റ് ചെയ്യരുത് ഈ മോണിറ്ററി ഫിസ്ക്കൽ പോളിസികൾ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ കൂടും. ഇനി നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹം. അതായത് ദ ഫ്രീഡ്മാൻ ഫെൽപ്സ് എക്സ്പെക്ടേഷൻ തിയറി ഫണ്ടമെൻ്റലി ചേഞ്ച്ഡ് ഹൗ എക്കണോമിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ് വ്യൂ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പോളിസി മേക്കേഴ്സ് ഇത് രണ്ടും നമ്മൾ റിലേഷൻസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരുടെ വ്യൂ പോയിന്റ് തന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതായത് ഇറ്റ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ദാറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പെക്ടേഷൻസ്. അതായത് ഈ ന്യൂ മാക്രോ എക്കണോമിക് ഒരു ഫ്രെയിംവർക്ക് കൊടുത്തു. അതിൽ ഏതിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് എക്സ്പെക്ടേഷൻസ്, നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻസിൻ്റെ പ്രാധാന്യം കൊണ്ട് ഒരു ന്യൂ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് കൊടുത്തു. ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ മാനേജിങ് ദ എക്കോണമിയെ മാനേജ് ചെയ്യുന്നതിൽ മോണിറ്ററി പോളിസിയുടെ ആ ഒരു പരിമിതികൾ ഇത് പറയുകയുണ്ടായി. ഇൻഫ്ലുവൻസിങ് പോളിസീസ് എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി. അതായത് ഈ പോളിസികൾ ഇൻഫ്ലുവൻസിങ് പോളിസീസ് എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളിസികൾ റാദർ ദാൻ അറ്റംപ്റ്റിംഗ് ടു എക്സ്പ്ലോയിറ്റ് എ നോൺ എക്സിസ്റ്റൻസ് ട്രേഡ് ഓഫ്. അതായത് അതിനെ ചെറുതായിട്ടൊന്ന് പരിഹസിക്കുകയാണ്. അതായത് ഒരിക്കലും നിലവിലില്ലാത്തൊരു ട്രേഡ് ഓഫ്, ഒരു ട്രഡീഷണൽ ഫിലിപ്സ് കർവ് പറയുന്ന പോലെയുള്ള നിലനിൽക്കാത്ത ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും ഇൻഫ്ലേഷൻ്റെയും ആ ഒരു ട്രേഡ് ഓഫ് നമ്മളൊരു സാങ്കല്പികമാണെന്ന് പറയുന്നത് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ലോങ് റൺ. അപ്പം ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു കാര്യത്തിൽ പുറകെ പോവാതെ ആ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ച് ചിന്തിക്കുക എന്നാണ് ഇതിലൂടെ ഇവർ കൊടുക്കുന്നത്. ഫ്രീഡ്മാൻ ഫെൽപ്സ് കൊടുക്കുന്ന ഒരു നിർദ്ദേശം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.